അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിവിടെ എണ്ണി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇനി നമ്മുടെ മക്കളെയും വരുന്ന തലമുറയെയും നമ്മൾ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. ഇന്ത്യയിൽ ആദ്യമായി 14 വയസ്സുള്ളവരെ കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയ വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ആയിരുന്നു. അത് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനം, അതിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന മഹത് വ്യക്തിത്വമായിരുന്നു മൗലാന ആസാദ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. IIT-കളുടെ പിതാവ് എന്ന് പരിഗണിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് മൗലാന ആസാദാണ്. IIT എന്ന പേരിന് അംഗീകാരം നൽകിയത് മൗലാന ആസാദാണ്. UGCയുടെ അധികാര പരിധി 3 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ത്യയിലെമ്പാടും വ്യാപിപ്പിച്ച HRD മന്ത്രി മൗലാന ആസാദാണ്. പിൽക്കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായി മാറിയ ഡൽഹിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആവിഷ്കരിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. വിദ്യാഭ്യാസം ഇന്ത്യൻ പൗരൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത വ്യക്തിത്വം മൗലാന അബുൽ കലാം ആസാദാണ്. ഇപ്പോൾ ഈ പേര് പുതുതലമുറ ചർച്ച ചെയ്യുന്നത് പേടിക്കുകയും ആ ചരിത്രം കുട്ടികൾ പഠിക്കുന്നത് ഭയപ്പെട്ട് ആസാദിൻ്റെ പേര് NCERT-യുടെ 11ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ആസാദിൻ്റെ പേരിലുണ്ടായിരുന്ന ഫെലോഷിപ്പ് വരെ നിർത്തലാക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ഫെലോഷിപ്പ് ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൈനന്മാർ, വാഴ്സികൾ, സിഖുകാർ എന്നീ വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ വെട്ടിമാറ്റലുകൾ NCERT പുറത്തുവിട്ടിട്ടില്ല. ഭീരുക്കൾ എന്നല്ലാതെ എന്താ പറയുക? എന്താണ് മൗലാന ആസാദിന് ഇവിടെയുള്ള ഫാഷിസ്റ്റുകൾ കണ്ട കുഴപ്പം? എന്തു കുഴപ്പം? അദ്ദേഹം മുസ്ലിമാണ് എന്നത് തന്നെയാണ്. ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൗലാന ആസാദ് അദ്ദേഹം ഏതാണ്ട് 10 കൊല്ലം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിത്വമാണ്. ഈ സമയത്ത് ഏകാന്തതയിലായിരുന്നു അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നത്. ആ കത്തുകൾ സാവർക്കറെ പോലെ മാപ്പിരക്കാനോ പുറത്തുവിട്ടാൽ പാദസേവ ചെയ്തു കൊള്ളാമെന്ന് പറയാൻ വേണ്ടിയോ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു. മൗലാന ആസാദിൻ്റെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ പോരാട്ടങ്ങളും സംഭാവനകളും നാം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ് ഇവിടുത്തെ ഫാഷിസ്റ്റുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം അത് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് തലമുറകളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുക.